വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ കൃത്യത കൃഷിരീതിയിൽ വിളഞ്ഞ പച്ചക്കറികളുടെ വിളവെടുപ്പ് നടത്തി. 2024-25 വർഷത്തെ കൃഷിവകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതി തുറസായ സ്ഥലത്തുള്ള കൃത്യത കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ രമ ചിറങ്ങാട്ടിന്റെ 50 സെന്റ് സ്ഥലത്ത് സുമയ്യ, സഹോദരൻ താഹ നരിക്കുഴിപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തിയത്. ഒരു പരീക്ഷണം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വിചാരിച്ചതിനേക്കാളുപരി എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി പിന്തുണയോടുകൂടിയിട്ട് വൻ വിജയമായി. ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരുടെ വീട്ടിലും ഇതുപോലൊരു ചെറിയ തോട്ടം നിങ്ങൾക്ക് എല്ലാവരും ചെയ്യാൻ പറ്റും. ഇതൊരു പ്രചോദനമാവട്ടെ. വെണ്ട, ചീര, പയർ, തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി, തക്കാളി, ചുരക്ക, കണിവെള്ളരി എന്നിവയാണ് വിളയിച്ചത്. 10 സെന്റോളം കൃഷിഭൂമി ഇവിടെ ഉപയോഗിച്ചിട്ടാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. അതും നൂതനമായിട്ട് വളരെ ചെലവേറിയിട്ടുള്ള ഒരു കൃഷിരീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന കൃഷിരീതി. അതിൽ പ്ലാസ്റ്റിക് പൊതയിടൽ രീതിയും അതുപോലെ തന്നെ തുള്ളി നനയും അതിൽ കൂടെ തന്നെ വളം കൊടുക്കുന്ന ഒരു രീതിയും ആണ് ഈ ഒരു തോട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായി തന്നെ ഇവർ ഇത് ഒരുക്കിയിട്ടുണ്ട്. 2 മാസം മുൻപ് ആരംഭിച്ച കൃഷി മികച്ച വിളവാണ് നൽകിയത്. രാവിലെ കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 18 കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി 18 കറക്റ്റ് ആ സമയമാകുമ്പോഴേക്കും നമ്മൾക്ക് വിളവെടുപ്പ് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അത്രത്തോളം കൃത്യതാനിഷ്ഠ ആ കൃഷി രീതി വളരെ ഭംഗിയായിട്ട് അതിൻ്റെ പേര് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ തന്നെ ആ കൃഷി പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫലം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും സുമയ്യയ്ക്കും താഹയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. സുമയ്യ പ്രത്യേകം പറഞ്ഞു അവരുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഇന്ന് നിറവേറ്റുക. കൃഷി പിന്തുടർന്ന് പോരുന്നവരൊക്കെ ഇത്തരത്തിലൊരു സംസാരം ഉണ്ടാവാറ് കുറവാണ്. ഒരുപാട് കഠിനാധ്വാനം ചെയ്യും, പക്ഷേ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് കുറവായിരിക്കും, പക്ഷേ മനസ്സിന് ഭയങ്കര തൃപ്തിയായിരിക്കും. കൃഷി എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു വിഭാഗമാണ്. സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ചിലവാണെങ്കിലും വരവൊന്നും അധികം ലഭിക്കില്ല, പക്ഷേ ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണം ലഭിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ എടത്തിരുത്തി പഞ്ചായത്തിൻ്റെ വലപ്പാട് പഞ്ചായത്തിൻ്റെ ഒരു അതിർത്തിയിലാണ് വരുന്നത്. അപ്പോൾ അവരുടെ 2 പേർക്കും ഇവിടെ നിന്ന് ഫാമിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ളൊരു അവസരം കൂടി ഉണ്ടാകും. ഏറെ സന്തോഷമുണ്ട്. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ നിംബ ഫ്രാങ്കോ പദ്ധതി വിശദീകരണം നടത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2-3 വർഷമായിട്ട് നമ്മൾ പല രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഞങ്ങളുടെ കൃഷിയിലേക്ക് പോഷക സമൃദ്ധി മിഷൻ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു കൊച്ചു കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കൃഷിയിടങ്ങളില്ല. അതായത് ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും ജനസാന്ദ്രതയാണ്. വിസ്തൃതി കൂട്ടാൻ നമുക്കൊരു വലിയ വെല്ലുവിളിയാണ്. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിലവിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാക്സിമം ഉത്പാദനം, അതായത് ഉത്പാദനക്ഷമത കൂട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അശ്വതി, അനിത കാർത്തികേയൻ, അജ്മൽ ഷെരീഫ്, തളിക്കുളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KC റൈഹാന, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ എന്നിവർ സംസാരിച്ചു. പാലപ്പെട്ടി സരസ്വതി വിലാസം UP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇക്കോ ക്ലബിന്റെ ഭാഗമായി കൃഷിയിടം സന്ദർശിച്ചു.
മുഗൾ ജ്വല്ലറി. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ. You're watching True Line News.